بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله ما بعد. പ്രിയമുള്ളവരെ, നമ്മിൽ ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, ബാത്റൂമിൽ വെച്ച് ഒളു ചെയ്യുന്നതിൻ്റെ ഹുക്ം എന്താണ്? ആ ഒളു സഹിയാകുമോ അതോ ഒളു നഷ്ടപ്പെടുമോ? ആ വിഷയകമായി ഒട്ടനവധി ആളുകൾ സംശയം ചോദിക്കാറുണ്ട്, പലർക്കും സംശയമുണ്ട്. അതിന് ചെറിയൊരു നിവാരണം കാണുകയാണ് നമ്മുടെ ഇന്നത്തെ സംസാരത്തിൽ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ബാത്റൂമിൽ വെച്ച് ഒളു ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായൊരു വിഷയം നമ്മൾ മനസ്സിലാക്കണം. ബാത്റൂമിൽ ഒളു ചെയ്യൽ കറാഹത്താണ്. എന്ന് പറഞ്ഞാൽ ചെയ്തു എന്ന് കരുതി കുറ്റമല്ല, ഒളു സഹിയാകുന്നതിന് തടസ്സമില്ല, എങ്കിലും നല്ലതല്ല. പരിശുദ്ധമായ ദീൻ ആ വിഷയത്തെക്കുറിച്ച് വെറുപ്പാണ് കാണിച്ചിട്ടുള്ളത്, കറാഹത്താണ്, ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് എന്നർത്ഥം. അതാണ് പൊതുവേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. പിന്നെ ബാത്റൂമിൽ വെച്ച് ഒളു ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ വെളിയിൽ വെച്ച് ഒളു ചെയ്യുന്നത് പോലെ പരിശുദ്ധനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മുകൾ, അള്ളാഹുവിൻ്റെ പേരുകൾ, അതുപോലെ തന്നെ മറ്റു അദ്കാറുകൾ, ഷഹാദത്തിൻ്റെ വചനങ്ങളെല്ലാം ഒളുവിൽ നമ്മൾ ചൊല്ലണമല്ലോ. അതൊന്നും തന്നെ നാവ് കൊണ്ട് മൊഴിച്ചിലിൽ ബാത്റൂമിൽ ഒളു ചെയ്യുമ്പോൾ ചൊല്ലാൻ പാടില്ല. ചൊല്ലൽ ഒഴിവാക്കലാണ് വേണ്ടത്, നല്ലത്. അത് മനസ്സിലാണ് ചൊല്ലേണ്ടത്. എന്നാൽ അത് എഫക്റ്റീവായതിൻ്റെ യഥാർത്ഥമായ പരിപൂർണമായ ശൈലി എന്ന് പറയുന്നത് സ്വന്തം ശരീരം കേൾക്കുന്ന തരത്തിൽ നാവ് കൊണ്ട് മൊഴിയലാണ്. അതിവിടെ പറ്റാതെ വരും. അപ്പോൾ ആ കൂലിയിലും ആ നന്മയിലും നമുക്ക് കുറച്ചിൽ മൈനസ് അവിടെ സംഭവിക്കുകയാണ്. ആ വിഷയം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധമായ ദിക്റുകളും പരിശുദ്ധനായ അള്ളാഹുവിൻ്റെ അസ്മാകളും പറയപ്പെടാൻ പറ്റിയ ഒരു സന്ദർഭമല്ലല്ലോ ബാത്റൂം. പ്രത്യേകിച്ച് ടോയ്ലറ്റ് ഒരു കാരണവശാലും പറ്റില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയൽ സുന്നത്താണ്. തുമ്മിയാൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറയൽ വളരെ പുണ്യമാണ്, നമ്മൾ സംസാരിച്ചിരുന്നു. എന്നാൽ ടോയ്ലറ്റിൽ വെച്ച്, ബാത്റൂമിൽ വെച്ച് അയാൾക്ക് തുമ്മിയാൽ അയാൾ എങ്ങനെ പറയും? അയാൾ മനസ്സുകൊണ്ട് ഹംദ് പറയണമെന്ന, വെളിയിലേക്ക് പുറത്ത് അയാളുടെ വോയിസ് കൊണ്ട് പറയാൻ കഴിയില്ല. ആ സ്ഥലം അങ്ങനെ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ബാത്റൂമിൽ വെച്ച് ഒളു ചെയ്യുന്നത്, ഏതായിരുന്നാലും ബാത്റൂം എന്ന് പറയുന്നത് ശൈത്വാനിൻ്റെ വീടാണല്ലോ, ശൈത്വാനിൻ്റെ താമസ സ്ഥലമാണല്ലോ ബാത്റൂം, ടോയ്ലറ്റ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ബാത്റൂമും ടോയ്ലറ്റും കൂടെ ഒന്നിച്ച് ഒരു റൂമിലാണ് നമ്മുടെ എല്ലാം വീടുകളിലുള്ളത്, ഇല്ലേ? ചില സ്ഥലങ്ങളിൽ പ്രത്യേകമായൊരു തിട്ട് പോലെ കുറച്ച് ഉയർത്തിയിട്ട് അവിടെയാണ് ടോയ്ലറ്റ്, തൊട്ടിവിടെ കുളിക്കാൻ വേണ്ടി ബാത്റൂം തൊട്ട് താഴെ, അങ്ങനെയൊക്കെ. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഈ പരസ്പരം ഇങ്ങനെ ഒന്നിച്ച് കിടക്കാം. ബാത്റൂമിൻ്റെ ഇപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റ് തൊട്ടടുത്തുണ്ടാകും, ഇവിടെ നമ്മൾ കുളിക്കുന്നതിൻ്റെ സ്ഥലം തൊട്ട് ചാരെ ഇപ്പുറത്ത് തന്നെ ഉണ്ടാകും. അപ്പോൾ അതിൽ പലപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, പലപ്പോഴും നെജിസ് അവിടെ കലരാൻ സാധ്യതയുണ്ട്. നെജിസ് എപ്പോഴും ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയാണത്. അപ്പോൾ നമ്മൾ ഒളു ചെയ്യുമ്പോൾ അതിൻ്റെ വെള്ളം തെറിച്ച് നെജിസ് വീണ്ടും നമ്മുടെ ശരീരത്തേക്ക് ആവുകയും ശുദ്ധിയാവുക എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ലക്ഷ്യം അവിടെ കിട്ടാതെ പോവുകയും ചെയ്യും പലപ്പോഴും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒളു സഹിയാകുകയില്ല. നെജിസ് ഉണ്ട്, അവിടെ നിന്ന് നെജിസ് നമ്മൾ ഒളു ചെയ്യുമ്പോൾ വെള്ളം തെറിച്ച് നമ്മുടെ ശരീരത്തിലേക്ക്, വസ്ത്രത്തിലേക്കൊക്കെ നെജിസായാൽ തീർച്ചയായും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു ഭാഗത്ത് ശുദ്ധി, ഒരു ഭാഗത്ത് നെജിസ്, യഥാർത്ഥത്തിൽ അവിടെ ശുദ്ധിയാകുന്നേ ഇല്ല. ആ വിഷയം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പം നെജിസ് ധരിക്കുന്ന കാര്യമുണ്ടായാൽ ഒരു കാരണവശാലും പറ്റില്ല. അല്ലെങ്കിൽ തന്നെയും ശൈത്വാനിൻ്റെ പാർപ്പിടത്തിൽ വെച്ച് ഒളു എന്ന് പറയുന്ന ഒരു പുണ്യമായ അമൽ നിർവഹിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. അത് പല വസ്വാസികൾക്കും കാരണമാകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഒളു എടുത്താലും ശരിയാകും, സഹിയാകും, പക്ഷേ കറാഹത്താണ്. ദിക്റുകൾ മനസ്സുകൊണ്ട് പറയേണ്ടി വരും. പിന്നെ വേറൊരു വിഷയമുള്ളത്, പരിപൂർണമായ ഔറത്ത് മറയ്ക്കാതെ ഒളു ചെയ്താൽ ഒളു സഹിയാകുമെന്ന. പരിപൂർണമായ ഔറത്ത് മറയ്ക്കാതെ ഒളു ചെയ്താലും ഒളുവിൻ്റെ അവയവങ്ങൾ, ഒളുവിൻ്റെ ഫർള്, സുന്നത്ത് എല്ലാം എടുത്താൽ ഒളു സഹിയാകും. പക്ഷെ ഔറത്ത് പരിപൂർണമായി മറയ്ക്കാതെ ഒളു എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മര്യാദകേടാണ്,
ഒരു അദബ് കേടാണ് അവിടെ. വളരെ പ്രധാനപ്പെട്ട ഒരു അമൽ ചെയ്യുമ്പോൾ അല്ലേ, ഔറത്ത് ഓപ്പണായിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഔറത്തുകൾ കൃത്യമായി മറയ്ക്കാതെ വുളൂ ചെയ്യുക എന്ന് പറയുന്നത് വുളൂയിൽ പ്രശ്നമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വുളൂഇൻ്റെ മര്യാദയിൽ പ്രശ്നമുണ്ടാകും, വുളൂ സഹിയാകും എന്നത് കാര്യത്തിൽ തർക്കമില്ല. അതും കൂടെ നമ്മൾ നോക്കണം, അതും കൂടെ ആ വിഷയം കൂടെ ആ മര്യാദകൾ കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ ബാത്റൂമിൽ വെച്ച് ബ്രഷ് ചെയ്യുക, ടോയ്ലറ്റ് വെച്ച് ബ്രഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ ഒരു ഹോബി അങ്ങനെയാണ്. ഇങ്ങനെ ബ്രഷുമായി ഇങ്ങനെ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കേ ഇങ്ങനെ ടോയ്ലറ്റിലേക്ക് കയറും, എന്നിട്ട് ആവശ്യ നിർവഹണം ഒരു ഭാഗത്ത് നടക്കും, വായിലിങ്ങനെ ബ്രഷ് ഉണ്ടാവും. ചിലരിങ്ങനെ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കും, ചിലരുടെ വായിൽ ബ്രഷ് ഉണ്ടാക്കും. അത് പ്രിയപ്പെട്ടവരെ കറാഹത്താണ്, പരിശുദ്ധമായ ദീനിന് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്, വിശ്വാസികൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. വലിയ കുറ്റാണെന്നല്ല ഈ പറയുന്നത്. അതിനകത്തൊക്കെ ഒരുപാട് സൈഡ് എഫക്റ്റുകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകും. പണ്ഡിതന്മാർ, ഇമാമുമാർ ഉദ്ധരിക്കുന്നുണ്ട്, ടോയ്ലറ്റിൽ വെച്ച് ബ്രഷ് ചെയ്യുക, ബാത്റൂമിൽ വെച്ച് ബ്രഷ് ചെയ്യുക, അത് വായിന് ദുർഗന്ധം വമിക്കുന്ന രോഗമുണ്ടാകാൻ കാരണമാകും. അതുമാത്രമല്ല അവിടെ വെച്ചുള്ള ബ്രഷ് ചെയ്യൽ പല്ല് കേടാവാൻ കാരണമാകും എന്നെല്ലാം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ടോയ്ലറ്റിൽ ബാത്റൂമിൽ വെച്ച് ബ്രഷ് ചെയ്യൽ കറാഹത്ത, ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. വാ തുറക്കേണ്ട ഒരു സ്ഥലമല്ല അത്, വാ തുറക്കേണ്ട ഒരു സ്ഥലമല്ല, പ്രത്യേകിച്ച് ടോയ്ലറ്റ്. വാ ഓപ്പൺ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് ആവശ്യ നിർവഹണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുന്നിൽ വേറൊരാൾ, ഒരു വിശ്വാസി സലാം പറഞ്ഞാൽ, സലാം പറയൽ സുന്നത്തും മടക്കൽ ഫറലാണല്ലോ, നിർബന്ധമാണല്ലോ. മടക്കേണ്ടവൻ മടക്കാതിരുന്നാൽ കുറ്റക്കാരനാകുമല്ലോ. എന്നാൽ ആവശ്യ നിർവഹണം നടത്തിക്കൊണ്ടിരിക്കെ ടോയ്ലറ്റിൽ വെച്ച് ഒരാളോട് സലാം പറഞ്ഞാൽ അയാൾ ടോയ്ലറ്റിലായിരിക്കുകയാണെങ്കിൽ അയാൾ സലാം മടക്കാൻ പാടില്ല. സലാം മടക്കൽ അയാൾക്ക് നിർബന്ധമില്ല, ആ ഫറലവിടെ ഇല്ല. എന്തുകൊണ്ട്? അയാൾക്ക് വാ തുറക്കാൻ പറ്റാത്തൊരു മേഖലയിലാണ് അയാളുള്ളത്. അതിന് പലതും കാരണമുണ്ടാകാം. രോഗാണുക്കൾ ഉള്ളിൽ പ്രവേശിച്ച അയാൾ രോഗിയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മൂത്രത്തിൽ തുപ്പൽ കറാഹത്താണല്ലോ. മൂത്രത്തിൽ തുപ്പൽ കറാഹത്താണ്. നമ്മൾ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുക, അപ്പോഴാണ് നമുക്ക് തുപ്പാൻ, ആ മൂത്രത്തിലേക്ക് തുപ്പാം, കറാഹത്താണിത്. പലപ്പോഴും അതിൻ്റെ കാരണങ്ങൾ പറയുന്നുണ്ട്. പല്ലിന് ഒരിക്കലും മാറാത്ത മഞ്ഞ നിറം, ഒരു മഞ്ഞ ഷെയ്ഡാകാൻ മൂത്രത്തിൽ തുപ്പൽ നടത്തുന്ന ആളുകൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നെല്ലാം പ്രിയപ്പെട്ടവരെ പല ഉദ്ധരണികളും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ടോയ്ലറ്റിൽ വെച്ച്, കുളിപ്പുരയിൽ വെച്ച് ബ്രഷ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അത് പല്ല് കേടാവാൻ സാധ്യതയുണ്ട്. അത് എന്താ പറയുക, വായിന് ദുർഗന്ധം വമിക്കുന്ന രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നെല്ലാം പറയുന്നത്. അപ്പോൾ ടോയ്ലറ്റ് വെച്ച് ബ്രഷ് ചെയ്യുന്ന ഇടപാട് പ്രിയപ്പെട്ടവരെ ഉണ്ടെങ്കിൽ, ആരെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ, സഹോദരന്മാർ, സഹോദരിമാരിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു പതിവുണ്ടെങ്കിൽ, നമ്മുടെ മക്കൾക്കുണ്ടെങ്കിൽ, അത് ഇന്ന് ഈ ക്ലാസ്സോടുകൂടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പിന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സാധാരണ ബാത്റൂമിൽ ഒരു മിറർ ഇങ്ങനെ വച്ചിട്ടുണ്ടാകും, ഒരു കണ്ണാടി വച്ചിട്ടുണ്ടാകും. എന്നിട്ടിങ്ങനെ മുടി ഇങ്ങനെ ശരിപ്പെടുത്താനൊക്കെ ആയിട്ട് മുടി ചീകുന്ന പതിവ്. യഥാർത്ഥത്തിൽ ബാത്റൂമിൽ വെച്ച് മുടി ചീകിയാൽ ഹെൽത്തിന് അത് ബാധിക്കുന്നതാണെന്നാണ്. അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ, നല്ല ആരോഗ്യമുള്ള നമ്മുടെ മുടി, അതിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടാൻ തുടങ്ങും. മുടിയുടെ ആരോഗ്യം നഷ്ടപ്പെടും ബാത്റൂമിൽ വെച്ച് മുടി ചീകിയാൽ എന്നെല്ലാം പ്രിയപ്പെട്ടവരെ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ബാത്റൂമുമായി ബന്ധപ്പെട്ട, ടോയ്ലറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, എപ്പോഴും അഴുക്കുകൾ ശുദ്ധീകരിക്കുന്ന സ്ഥലത്ത് എപ്പോഴും നജസും മറ്റു രോഗാണുക്കളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും, നമ്മുടെ എല്ലാം വീടുകൾ, ഒരു വീട്ടിൽ 5 റൂമുണ്ട്, 6 റൂമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3 റൂമുണ്ടെങ്കിൽ, ആ 3 റൂമും ബാത്റൂം അറ്റാച്ച്ഡാണ്. സംഭവിക്കുന്നത് എന്താണെന്നറിയോ? പലപ്പോഴും നമ്മുടെ മക്കൾ ബാത്റൂമിൻ്റെ ഡോറ് കൃത്യമായി ക്ലോസ് ചെയ്യില്ല. അത് പലപ്പോഴും പകുതി ഓപ്പൺ ആയിരിക്കും, ചിലപ്പോൾ ഫുള്ളായിട്ട് ഓപ്പൺ ആയിരിക്കും. നമ്മുടെ രാത്രി കിടക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രി നമ്മൾ അത് ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് അടയ്ക്കില്ല. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ്. ടോയ്ലറ്റിൻ്റെ, ബാത്റൂമിൻ്റെ ഡോറുകൾ, പ്രത്യേകിച്ച് ബെഡ്റൂമിലുള്ള ഡോറുകൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടാൽ ഒരുപാട് രോഗാണുക്കൾ നമ്മുടെ റൂമിലേക്ക്, ബെഡ്റൂമിലേക്ക് കടന്നു വരികയും നമ്മൾ നിത്യരോഗികളാകുകയും ചെയ്യുന്നു എന്ന വസ്തുത. പലപ്പോഴും നമ്മൾ രോഗികളാണ്, പലപ്പോഴും ഇൻഫെക്ഷൻ ഉണ്ടാവും, പല വിഷയങ്ങളുണ്ടാകും, എപ്പോഴും നീർക്കെട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്താണ് എപ്പോൾ ഇങ്ങനെ മരുന്ന് കഴിച്ച് ഇങ്ങനെ പോകുക തന്നെ?
പലപ്പോഴും അതിൻ്റെ അടിസ്ഥാന കാരണം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. രോഗാണുക്കൾ എപ്പോഴും, പിന്നെ പൈശാചികമായ ഷെയ്ത്താൻ, നമ്മുടെ കുളിപ്പുര അല്ലെങ്കിൽ ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഷെയ്ത്താനിൻ്റെ ബുയൂത്ത് ഷയാത്തീനാണ്, ഷെയ്ത്താന്മാരുടെ തറവാടാണത്. അവരുണ്ടാവുക എപ്പോഴും അവിടെ. അവരുടെ സാന്നിധ്യം നമ്മുടെ ബെഡ്റൂമിലേക്ക് അവർക്ക് ഇഷ്ടാനുസരണം കടന്നു വരാനുള്ള അവരുടെ വീടും നമ്മുടെ താമസ സ്ഥലവും തമ്മിൽ എപ്പോഴും ഇങ്ങനെ ഡോർ ഓപ്പൺ ചെയ്തിടാൻ പാടില്ല. അതെപ്പോഴും ഇങ്ങനെ ക്ലോസ് ചെയ്തിടണം. പ്രത്യേകിച്ച് രോഗാണുക്കൾ, അതിൽ നിന്നെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു രക്ഷ എപ്പോഴും നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം എന്ന വിഷയം കൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ബാത്റൂമിൽ വെച്ച് വുളൂ ചെയ്യുമ്പോൾ നജസ് തെറിക്കുന്ന സ്ഥലമാണെങ്കിൽ ഏതായാലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട്, അല്ലെങ്കിൽ നജസ് തെറിക്കുന്നില്ല, വുളൂവൊക്കെ കൃത്യമായിട്ട് ശരിയാകുന്നുണ്ട്, എന്നാൽ വുളൂ സഹിയാകും, പക്ഷെ കറാഹത്താണ്, ചെയ്യാതിരിക്കലാണ് നല്ലത്. ദിക്റുകൾ പറയുമ്പോൾ പലപ്പോഴും നാവ് കൊണ്ട് പറയാൻ നിർവാഹമില്ല, മനസ്സുകൊണ്ടേ പറയാൻ പറ്റൂ. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് നാവ് കൊണ്ട് പറയാൻ കഴിയുന്ന കറാഹത്തില്ലാത്ത ഒരു നല്ല അമൽ ചെയ്യല്ലേ നമ്മൾ. ഓരോ അവയവത്തിലൂടെയും ആ വെള്ളം ഇറ്റ് വീഴുമ്പോൾ നമ്മുടെ പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അമലല്ലേ വുളൂ. ആ വുളൂ എന്ന് പറയുന്ന കർമ്മം വളരെ പെർഫെക്റ്റായിട്ട് തന്നെ നമ്മൾ നിർവഹിക്കണം. അത് ബാത്റൂമിൻ്റെ വെളിയിൽ, ടോയ്ലറ്റിൻ്റെ വെളിയിൽ തന്നെയാണ് നിർവഹിക്കേണ്ടത്. കഴിയുമെങ്കിൽ അത് തന്നെ ശ്രദ്ധിക്കണം നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു തആല ഏത് അമലും അതിൻ്റെ കൃത്യമായ രീതിയിൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. या नबी सलाम अलैका, या रसूल सलाम अलैका, सलावतुल्लाह अलैका, या नबी सलाम अलैका, या नबी सलाम अलैका, या रसूल सलाम